സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. സാന്ദ്ര തോമസ് അവതരിപ്പിച്ച മേനക കാന്തൻ എന്ന കഥാപാത്രം ആരുടെ പെങ്ങളാണെന്നാണ് സർബത്ത് ഷമീർ പറയുന്നത്? എ. DGP സുരേന്ദ്രൻ പിള്ള, ബി. സുരേഷ് കാന്ത് IPS, സി. SP ഉമാകാന്ത്. അച്ചു എന്നെ വിട്ടുകൊടുക്കാം. അച്ചു പറയൂ. ഇവിടെ തല പോകാൻ ആലോചിക്കുകയാണ്. എന്നാലും ഞാൻ ഇത് ഗസ് ആണ് കേട്ടോ, എനിക്ക് അറിയത്തില്ല. ഓപ്ഷൻ സി ഉമാകാന്ത്. ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ചാല് എന്റെ ചേച്ചിയുടെ പേര് ഉമയെന്നാണ്. അപ്പൊ ഞാൻ അതിലോട്ടൊന്ന് വെച്ചു. അല്ല, ചേട്ടന്റെ പേര് സുരേന്ദ്രൻ പിള്ള എന്നായിരുന്നെങ്കിൽ അത് പറഞ്ഞേനെ. ഓമോ വിശ്വസിക്കരുത്. SP ഉമാകാന്ത്, സി. SP ഉമാകാന്ത് ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഓക്കെ, ഇരട്ട പേര് വല്ലതും ഉണ്ടോ? എനിക്കോ? മുമ്പ് കൊറേ ഉണ്ടായിരുന്നു. എന്താണ്? കുറേ അല്ല, ഒരെണ്ണം മതി. താറാവ് തന്നെ വിളിക്കും. താറാവ് അല്ലാതെ അതൊക്കെ സുഖമുള്ള പേരാണല്ലോ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇരട്ട പേരെന്ന് പറയാനായിട്ട് അച്ചു, ഞാൻ മറ്റു കാര്യം പറയട്ടെ. പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് ചോദിക്കണ്ട. സാറ് പറയുന്ന കാര്യം സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ലൊക്കേഷനിൽ അങ്ങനെ അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെ, എനിക്ക് കുറേ കൂട്ടുകാരികൾ, ക്യാരക്ടേഴ്സ് തന്നെ കുറേ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ കാരണങ്ങൾ കൊണ്ട് മാറി മാറി ഇപ്പോൾ ഫൈനലിൽ നല്ലൊരു കുട്ടീനെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കാലഘട്ടത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. അപ്പോൾ കുറേ പേർക്ക് അസൂയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാർ എപ്പോഴും ഞങ്ങളിങ്ങനെ വിളിച്ച കളിയാക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കും, ഒരു ആൺകുട്ടീനോട് മിണ്ടിക്കഴിഞ്ഞാൽ അത് പ്രേമാന്ന് പറയും, ഒരു പെൺകുട്ടീനോട് മിണ്ടാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ കാലത്തെ ഒരു അവസ്ഥ. എന്താ ചെയ്യാ? ഇത് ചെയ്യാനാ ഇപ്പോഴത്തെ പ്രസന്റ് സംഭവം എന്താണ്? ഹസ്ബൻഡ് വൈഫാന്ന് പറഞ്ഞു. ഇന്ന് പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നേ. പപ്പ വിളിച്ചപ്പോഴും ഇങ്ങനെ ഇന്നലെ അച്ചുരെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പേനോട് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നലെ. അപ്പോൾ അമ്മ ഇന്ന് വിളിച്ചിട്ട് പപ്പ പറഞ്ഞല്ലോ നിന്റെ ഭർത്താവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന്. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, കാരണം പപ്പയാണ് ലൊക്കേഷനിലേക്ക് വരാറ്, അമ്മ ഇപ്പൊ വരാറില്ല, പപ്പയാണ് കൂടെ വരാറ്. അപ്പൊ പപ്പ ഇങ്ങനെ വിളിച്ചിട്ട് അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു എന്ന്. ഇയാൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ആൺകുട്ടികളോടും മിണ്ടാൻ പറ്റില്ല, പെൺകുട്ടികളോടും മിണ്ടാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പറയും, ഭർത്താവ് എന്ന് പറയും. ലൊക്കേഷനില് സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ വീട്ടില് കല്യാണം മാരേജ് മുടക്കുന്നതിന്റെ കാരണം ഞാൻ. അത് ശരി, അപ്പൊ പിന്നെ സംഭവം സത്യമാണ്. പുള്ളിക്കാരി കല്യാണം കഴിക്കുകയും ചെയ്തു, ഒരു കുട്ടിയുണ്ട്, എന്നിട്ടാണ് ഈ പണി. ദൈവമേ, ഇവിടുന്നും പോയി. അപ്പൊ ഉമാകാന്ത്, ഉമയെന്നാണ് സിസ്റ്ററിന്റെ പേര്, ഉമാകാന്താണ് നമ്മൾ പൂട്ടിയിട്ടിരിക്കുന്ന. പാവം, അദ്ദേഹം കുറെ നേരമായിട്ട് കഷ്ടപ്പെടുകയാണ്. സോ സി. SP ഉമാകാന്ത് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 1000 രൂപ താങ്കളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ അല്ല ഇത്. നാലാമത്തെ ചോദ്യം ഇതാ. ഹൈറേഞ്ചിലെ വിപ്ലവ സിംഹം എന്ന് സിനിമയിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എ. PP ശശി, ബി. VP ശശി, സി. CP ശശി. എന്തായാലും സസിയാണ്. അച്ചു ഓപ്ഷൻ എ PP ശശി. PP ശശി എടുത്തിട്ട് പൂട്ടാം. PP ശശിയെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടോ? റിക്വസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. സാറിന്റെ അടുത്ത് റിക്വസ്റ്റ് ഉണ്ട്. എന്റെ അടുത്ത് ഒരു പാട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടി ഒരു പാട്ട് പാടിത്തരും. പിന്നെന്താ? നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. അടിപൊളി. ഞാൻ പറയാനിരുന്ന പാട്ട് തന്നെയായിരുന്നു ആക്ച്വലി, എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്.
താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ PP ശശിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അച്ചു തെറ്റാണ് പറഞ്ഞെങ്കിൽ ഇവിടുന്ന് എണ്ണീറ്റ് പോയി അവിടെ പോയി അടി കൊടുക്കാം. ഓക്കെ, PP ശശി ഉത്തരം തെറ്റ് അല്ല, ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്. വീണ്ടും 1000 രൂപ സമ്മാനമായിട്ട് 9000 റുപ്പീസ് അക്കൗണ്ടിൽ കയറിയിരിക്കുകയാണ്. അതാണല്ലോ അതിന്റെ ഒരു ഇത് അല്ല, ഇതിന്റെ ഒരു അത്. ഇത് മതി തൽക്കാലം. ഇപ്പോ 9 ചോദ്യങ്ങൾക്ക് ആർദ്ര ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇനി 10ാമത്തെ ചോദ്യം, അതിൻ്റെ സെക്ടർ രാജമാണിക്യമാണ്. ഈ രാജമാണിക്യം എന്ന സെക്ടറിൽ ആരും തന്നെ കാണില്ല, ഇദ്ദേഹവും കാണില്ല, ഓപ്ഷൻസും ഇല്ല, ഒന്നുമില്ല. ഒരു ചോദ്യം 10 സെക്കൻഡിനകം ഉത്തരം പറയണം. ഓക്കെ, രാജമാണിക്യം. റെഡിയല്ലേ? റെഡിയാ. ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. ഡോളേഴ്സ് എനിക്ക് പ്രശ്നമല്ല. ഈ ഡയലോഗ് ആരോട് പറയുന്നതാണ്? ഓൺലി 10 seconds സ്റ്റാർട്ട്സ് നൗ. 10. അതെ, വിനായകൻ ചേട്ടൻ നെൽസൺ ചേട്ടനോട് പറയുന്നത്. 7. സെബാസ്റ്റ്യൻ നെൽസൺ. അയ്യോ, അതെ അതെ. എന്താണ് പറഞ്ഞത്? വിനായകൻ ചേട്ടൻ നെൽസൺ ചേട്ടനോട് പറയുന്ന ഡയലോഗ്. പുപ്പലിയാണ് കേട്ടാ. ക്യാരക്ടറിന്റെ പേര് ഒരു കൺഫ്യൂസ്ഡ് ഉണ്ടായിരുന്നു. വിനായകൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര് ഡൂഡ് എന്നാണ്, മറ്റത് എന്തോ ഒരു പൈലിയാണ്. ശരി ഉത്തരമാണ്.